നമ്മുടെ വേല ദിവസമായിരിക്കും കുറച്ചും കൂടി ഡിസൈൻ കൂടുതലുണ്ട് അല്ലേ? ഇപ്പോൾ ഓരോ ബൾബിൽ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിട്ട് പേപ്പർ പൊതിഞ്ഞിട്ട് അതിന് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ഒന്ന്. LED സ്ക്രീനിൽ എങ്ങനെ നമുക്കൊരു പിക്ചർ കാണുന്ന ആ രീതിക്കാണ് ഇപ്പോൾ പന്തലിലെ വർക്കെല്ലാം. അതെ, പുറകിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് കേട്ടോ, നോക്കി നിന്ന് പോകും. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ അറിയാമല്ലോ, ഫാൻ്റെ മോട്ടർ വെച്ച് കറക്കി അല്ലെങ്കിൽ അതിൻ്റെ റോളർ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇതെല്ലാം പ്രോഗ്രാം ചെയ്തൊക്കെ അവിടെ നിന്നായിരുന്നു. ഇവിടെ വർക്കേഴ്സാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ആക്ച്വലി പ്രോഗ്രാം അപ്പോൾ ഗൾഫിൽ അതേപോലെ സ്റ്റേജ് പരിപാടികൾക്കും മറ്റുള്ള ഷോകൾക്കൊക്കെ ലൈറ്റൺ ചെയ്യുന്ന ഉസ്മയിലൊക്കെയാണ്. അതിനാവശ്യമുള്ള രീതിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. മനസ്സിലായോ? വെറുതെ അങ്ങനെ ഒരു കളർ. ഞാൻ അകത്ത് വന്നപ്പോൾ എനിക്ക് കാണിച്ചത് പോലെ 10-15 മെമ്മറി കാർഡോളം ഉണ്ട്. 15 അല്ല, ഒരു ഈ വർക്കിനൊക്കെ 35 ഉണ്ട്. 35 മെമ്മറി കാർഡ് വരും. 35 കൺട്രോൾ കണക്കാണ് വരിക. പണ്ടെന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ഉണ്ടാക്കി ഒരു ഡിസൈൻ ഉണ്ടാക്കി ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ആരാ നിങ്ങളുടെ ഫോട്ടോ എടുക്കണേ? എന്താ കാണിക്കുന്നത്? സർക്കസാ? കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ചേട്ടൻ്റെ പോലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും. നമ്മുടെ ഉസ്മയിലിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ലൈറ്റിങ് പുള്ളിയാണ്. അപ്പോൾ ആളെ ഒന്ന് കാണാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ തൊട്ട് പുറകിൽ നമ്മുടെ വെടിപ്പുര കത്തുന്ന സ്ഥലത്ത് നമ്മുടെ കൊച്ചു മക്കൾ നല്ലപോലെ കളിക്കുന്നുണ്ട്. കളിയുന്ന നമുക്കൊന്ന് കണ്ടിട്ട് നേരെ ഉസ്മയിലിൻ്റെ അടുത്തോട്ട് പോവാം. അടിപൊളി കളിയാണല്ലോ ആള്. വീട്ടിലെല്ലാം ഷോട്ടാണല്ലോ നീ അടിക്കുന്നത്. ആരാ നിങ്ങളുടെ ഫോട്ടോ എടുക്കണേ? എന്താ കാണിക്കുന്നത്? സർക്കസാ? യൂട്യൂബറാടാ. പേര് പറ. എൻ്റെ പേര് പറ. സർക്കാരിൻ്റെ പന്തലിൽ ലൈറ്റ് പൂർണ്ണമായിട്ട് ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിശ്ശേരി പന്തലിലെ ലൈറ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ള പുള്ളി ഇവിടെ ചെയ്യുന്നത് MR വഴിക്കാരുടെ പന്തലിലെ ലൈറ്റിംഗ് ആണ്. ഞാൻ അല്ലെങ്കിൽ നിന്ന് ഏതോ ഒരു വീഡിയോയിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. MRക്കാരൻ്റെ പന്തലാണ് ഇപ്പോൾ ലൈറ്റ് ഒരു ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് കാണാം. ലൈറ്റിംഗ് പേട്ടച്ചുണ്ട് കേട്ടോ. ഇതൊരു 2GB ചെറിയ മെമ്മറി ആയതുകൊണ്ടായിരിക്കും. അത്രയും ചെറിയ SD ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? കൊടുത്തിട്ടില്ല.
എല്ലാവരും അവിടെ വന്നിട്ട് ഇതിൻ്റെ പുറകിൽ ഇത്രയും പണിയുള്ളതായിരിക്കും അറിയില്ല. അല്ല കൺട്രോളർ ഇതാണ്. ഓ ഇങ്ങനത്തെ ഇതേപോലെ ഇതാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. ആ ഇതേപോലത്തെ കൺട്രോളർ 35 വെച്ചിട്ടുണ്ട്. 35 ഏകദേശം 50 സംതിങ് എല്ലാം ഇതുപോലെ കണ്ടുപിടിക്കാനുള്ള സൗകര്യം കൂടിയല്ലേ ഇത്? അല്ലേ? ഇത് വന്നിട്ട് അതിനെ നിയന്ത്രിക്കുന്ന സാധനം അത്രേ ഉള്ളൂ. ഇതിന് വന്നിട്ട് അതിനെ ഇത് നമ്മൾ ഇതിവിടെ ഇതാണ് പ്രോഗ്രാമിങ്. ഈ സാധനമാണ് നമ്മുടെ ഡിസൈനാണ് ഇതാണ് ഇനി അവിടെ ഓടിക്കൊണ്ടിരിക്കാൻ പോകുന്ന സാധനങ്ങൾ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ എക്സ്പോർട്ട് ആക്കും. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ നമ്മളെല്ലാം എഡിറ്റിംഗ് കഴിഞ്ഞ് നമ്മളിത് എക്സ്പോർട്ട് ആക്കും. എക്സ്പോർട്ട് ആക്കിയിട്ട് അതിന് നമ്മൾ ഇതിൽ അതേപോലെ നമ്മൾ അതായത് ഓരോ ഫയലുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എത്രയാണ് കേട്ടോ, ഓരോ കൺട്രോളറിന് ഇത്രയും കൺട്രോളുകളാണ് ഉള്ളത്. നമുക്ക് നിലവിലുള്ള കൺട്രോളർ എത്ര വെച്ചിട്ടുണ്ടോ അത്രയും ഇവിടെ ഫയൽ കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്പർ 1, 2 എല്ലാ മെമ്മറി കാർഡ് നമ്പർ ഉണ്ട് ഇതിലൊക്കെ. അപ്പോൾ അതാത് സ്ഥലത്തും അതാത് സ്ഥലം മെമ്മറി കാർഡ് കൊണ്ടുപോയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് പണ്ടത്തെ ഒരു രീതി പറയുമ്പോൾ അറിയാലോ, പണ്ടൊക്കെ റോളറും ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതൊക്കെ മാറി ഇപ്പോഴത്തെ ഒരു ഡിജിറ്റലായി. നെന്മാറ വേല താലപ്പൊലി വന്നിട്ട് നാളെയാണ്. പക്ഷേ ഇന്ന് തന്നെ ഉണ്ടോ ജനത്തിരക്ക്? അപ്പോൾ നാളെ എന്തായിരിക്കും? അപ്പോൾ വേലയ്ക്ക് എന്തായിരിക്കും? നെന്മാറ പന്തലാണ് കേട്ടോ നമ്മുടെ ഇസ്മയിൽക്ക ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം 2 പന്തലുകാരും പോളി ഡിസൈനാണ് കേട്ടോ. അത് ഇവർ ഇന്നെല്ലാം വിടൂല, വേല ദിവസമാണ് കൂടുതലായിട്ട് ഡിസൈൻ ഇറക്കുന്നത്. അപ്പോൾ അന്ന് എന്തായിരിക്കും എന്നുള്ള അവസ്ഥ നോക്കി വലയക്കാർ ഫുൾ ലൈറ്റ് തെളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫുൾ ലൈറ്റിങ്ങിൻ്റെ ആയിട്ട് കിട്ടും. പക്ഷെ നാളെ എന്താണെന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്ത് കുറച്ച് ചെണ്ടമേളം കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ നിൽക്കുമ്പോൾ ലൈറ്റ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. എന്നാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ ലൈറ്റിങ്ങിൻ്റെ മാത്രമായിട്ട്. ഞാൻ ജസ്റ്റ് ഉസ്മയിൽക്കിനെ കാണാൻ വേണ്ടി അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ പുള്ളി പറഞ്ഞു കേട്ടില്ലേ 10-15 മെമ്മറി കാർഡുകളാണ്. അതുപോലെ തന്നെ 35 കൺട്രോളിങ് യൂണിറ്റുകളൊക്കെ വെച്ചിട്ടാണ് ആ പന്തൽ കിട്ടലിനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ.
ഇസ്മായിൽക്ക നമസ്കാരം. നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ കുറേ പ്രാവശ്യമായി വന്നു. കഴിഞ്ഞ വട്ടം കുനിശ്ശേരി കുമ്മാട്ടിക്ക് അതേപോലെ നോക്കി, അല്ലെങ്കിൽ വേലയ്ക്കും നോക്കി, നടന്നില്ല. ഇപ്രാവശ്യമാണ് ആളിൽ നിന്ന് കിട്ടിയത്. ഇപ്രാവശ്യത്തെ 2024 കുനിശ്ശേരി കുമ്മാട്ടി ഗംഭീര പന്തൽ വെക്കാൻ കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഈ കാണുന്ന പന്തലിൻ്റെ ഡിസൈനും മുപ്പര് ചെയ്തതാണ്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെമ്മാറ വേല ദിവസമായിരിക്കും കുറച്ചും കൂടി ഡിസൈൻ കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ ഏതായാലും നമ്മുടെ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ പന്തലിലെ ഈ മായാജാലത്തിൻ്റെ പുറകിൽ കുറേ പണികളുണ്ട്, ഒരുപാട്. ഞാനൊക്കെ ഒരു 15 വർഷം മുമ്പ് ഈ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ബൾബിൽ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിട്ട് പേപ്പർ പൊതിഞ്ഞിട്ട് അതിന് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു വന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളൊരു 3-4 ജനറേഷനിലോട്ട് ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കാണ്. കൂടുതൽ എന്താ പറയുക, നമ്മളൊരു LED സ്ക്രീനിൽ എങ്ങനെ നമുക്കൊരു പിക്ചർ കാണുന്നു ആ രീതിക്കാണ് ഇപ്പോൾ പന്തലിലെ വർക്കെല്ലാം. അത് പുറകിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് കേട്ടോ, നോക്കി നിന്ന് പോകും കുറേ നേരം. അപ്പോൾ ഏതായാലും അതിൻ്റെ പുറകിലെ ചെറിയൊരു സാങ്കേതികത നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അല്ല, ഇതിൽ സാങ്കേതികത ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മളറിയാമല്ലോ, ഫാൻ്റെ മോട്ടർ വെച്ച് കറക്കി അല്ലെങ്കിൽ അതിൻ്റെ റോളർ വെച്ചിട്ട് ഒരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ MSR ലൈറ്റ് ആർട്സ് സെൻ്ററിൽ കുടുംബത്തിലൊരു അംഗമാണ്. അതുകൂടി ഞാൻ പറയാൻ പറഞ്ഞു. നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്, കുനിശ്ശേരിക്കാരനാണ്, ഇപ്പോൾ താമസിക്കുന്നത് വടക്കഞ്ചേരിയാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രവാസിയാണ്, പ്രവാസി ആയിരുന്നു. മൂപ്പർ ഇപ്പോഴും പ്രവാസിയാണ്, ഗൾഫിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതെല്ലാം പ്രോഗ്രാം ചെയ്തൊക്കെ അവിടെ നിന്നായിരുന്നു. ഇവിടെ വർക്കേഴ്സാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ആക്ച്വലി പ്രോഗ്രാം ചെയ്യാണ്, നമ്മുടെ ഫ്രണ്ടാണ് ബിബിൻ സൗണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളിപ്പോൾ നാട്ടിൽ ലീവിന് വന്ന കാരണം മൂപ്പരിപ്പോൾ സൈറ്റിൽ നമുക്കും കിട്ടിയതാണ്. അപ്പോൾ ഗൾഫിൽ അതേപോലെ സ്റ്റേജ് പരിപാടികൾക്കും മറ്റുള്ള ഷോകൾക്കും ഒക്കെ ലൈറ്റൺ ചെയ്യുന്ന ഇസ്മായിൽക്കയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇപ്പോൾ പണ്ടത്തെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് മാറിയിട്ട് ഇതിൽ മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് ചേസർ എന്നൊരു സാധനം വന്നു. നമ്മൾ ചേസറിൽ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് കൊടുക്കുന്നതായിരുന്നു. അതിന് മാറി ഇപ്പോൾ മൂന്നാമത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിക്സലായതുകൊണ്ട് എല്ലാം കമ്പ്യൂട്ടറിലാണ് മെമ്മറി കാർഡിൽ പ്രോഗ്രാം ചെയ്ത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലേഔട്ട് എടുക്കണം, ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ LED ബൾബ് തന്നെ ഒരുപാട് കോൺഫിഗർ ചെയ്ത് അതിനെ പ്രോഗ്രാം ചെയ്ത് അതിനെ ഡിസൈനാക്കി അതിന് ആവശ്യമുള്ള രീതിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. മനസ്സിലായോ? വെറുതെ അങ്ങനെ ഒരു കളർ. ഞാൻ അകത്ത് വന്നപ്പോൾ എനിക്ക് കാണിച്ചെന്ന പോലെ 10-15 മെമ്മറി കാർഡോളം ഉണ്ട്. 15 അല്ല, ഒരു ഈ വർക്കിനൊക്കെ 35 എണ്ണം ഉണ്ട്. 35 മെമ്മറി കാർഡ് വരും. 35 കൺട്രോൾ കണക്കാണ് വരും. കൺട്രോളിന് ഓരോ മെമ്മറി കാർഡ്, ഒരു മെമ്മറി കാർഡ് വെച്ചിട്ട് ഒരു മെമ്മറി കാർഡ് സാധനങ്ങൾ എല്ലാം മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അതൊന്നൊരു ഡാറ്റ ഇതിനൊക്കെ ലോസ് വരും. അപ്പോൾ അതുകൊണ്ടെല്ലാം മുകളിലാണ് ഇത് കിടക്കുന്നത്, താഴത്തേക്ക് വലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങൾ വരുമ്പോൾ നേരത്തെ വരികയാണെങ്കിൽ കോപ്പിയാക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ പഴയതും പുതിയതായിട്ട് വർക്ക് ഈസി പഴയതാണോ ഇപ്പോഴത്തെയാണോ? അല്ല, പഴയതിൻ്റെ ഒരു എന്താ പറയുക, പഴയതിലൊരു ഭയങ്കര ഒരു എന്താ പറയുക നൊസ്റ്റാൾജി ഉണ്ടായിരുന്നു. അല്ല, കഷ്ടപ്പാട് അതും ഇതൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ടെന്ന് പണ്ടെന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ഉണ്ടാക്കി ഒരു ഡിസൈൻ ഉണ്ടാക്കി ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. അവിടെ ബൾബ് ചെയ്യുന്ന ആൾ സിമ്പിളായിട്ട് ബൾബ് അവിടെ ചെയ്തു തന്നു. ബാക്കി ഡിസൈൻ നമ്മളിരുന്ന് ഒരു ഭാഗത്ത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ ആ ഡിസൈൻ കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ദിവസക്കണക്കിന് പ്ലാൻ ചെയ്ത് അതൊരു മോഡൽ ഉണ്ടാക്കി വരഞ്ഞത് ആ ഒരു ലെവലിൽ റണ്ണിങ്ങും ഓർഡറായിട്ട് വരണമല്ലോ. ഇവിടെ നിന്ന് ഇത്ര റണ്ണിങ് വരണം, ഇത്ര ഓർഡർ ആവണം, അങ്ങനെ കുറേ കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വർക്ക് സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസിയായി. പക്ഷേ
അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ നമുക്ക് വർക്കിൽ മാറ്റം നല്ലപോലെ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്താ ആ പണ്ടത്തെ ഒരു ഇതിലല്ല, പിന്നെ ഡിജിറ്റലായി. പിന്നെ ബൾബ് അന്ന് പറഞ്ഞാൽ ഒരു ബൾബ് ഒരു കളറാണ്, ഒരു കളർ, ഒറ്റ കളർ. പേപ്പർ പോയി ചോപ്പ് വേണമെങ്കിൽ ചോപ്പ് വേണം, നീല വേണമെങ്കിൽ നീല പോലെയാണ്. ഇതിപ്പോൾ പേപ്പർ പരിപാടി ഒന്നും ഇല്ല. ഒരു ബൾബ് നമ്മുടെ ഒരു LED ഉള്ളിൽ തന്നെ എല്ലാ 7 കളറും അതാണ് നമ്മുടെ ഈ പ്രാഥമിക വർണ്ണം എന്ന് പറയുന്നത്. എല്ലാ കളർ വിബ്ജോർ എല്ലാം വരും, നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ഒരാളുടെ പിക്ചർ വേണമെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ഒരു വിബ്ജോർ വരുന്നതാണ്, എല്ലാ കളറും വരുന്നത് തന്നെയാണ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. എല്ലാ കളറും നമുക്ക് അതിൽ തന്നെ ആവശ്യമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിന്റെ മറ്റേ കറണ്ട് നമ്മുടെ 3 ഫേസ് ജനറേറ്റർ സെപ്പറേറ്റ് അത് തന്നെയാണ്. കറണ്ടിൽ നിന്നും നല്ല കറണ്ട് വേണം, നല്ല കറണ്ട് ഓവർ വേണ്ട, പഴയതുപോലത്തെ വേണ്ട, എങ്കിലും 3 ഫേസ് നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ നല്ല വൃത്തിയായിട്ട് കത്തുള്ളൂ. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് യൂണിറ്റ് കുറവാണ്. ഇപ്പോൾ LED ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത് വേറെ പരിപാടി ഉണ്ട്. ഇനിയിപ്പോൾ നേരെ തൃശ്ശൂർ പൂരം അവിടെയുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ പന്ത്രണ്ട്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ലീവ് തീർന്ന് പോകുന്നത് പെരുന്നാളോട് കൂടിയിട്ട് മുതലാളി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നതാണ്, അതിനനുസരിച്ച് പോകും. മറ്റേ ഷട്ട് ഡൗൺ വർക്ക് പോലെയല്ലോ, സ്ഥിരം തന്നെയല്ല, പെർമനന്റ് ആണ്. ഇപ്പോൾ ഈ നോമ്പിൻ്റെ ഒരു മാസം ലീവ് കിട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ ഈ ഒരു മാസം ലീവ് കിട്ടിയപ്പോൾ വന്നതാണ്. അതല്ലാത്തപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കാലങ്ങളായിട്ട് അവിടെയും 15-16 വർഷമായിട്ട് അവിടെയുണ്ട്. UAE-ലാണ് ആള്, ദുബായിലല്ലേ? ദുബായിൽ കറക്റ്റ് ഷാർജയിലാണ് താമസം. ഷാർജയിൽ എനിക്ക് തോന്നുന്നു അവിടെ റെന്റ് ഏറ്റവും കുറവ് ഷാർജയിലാണെന്ന് തോന്നുന്നു അല്ലേ? റൂം റെന്റ് കറക്റ്റ് അല്ലേ? കാര്യം നമ്മുടെ അവിടെ ദുബായിലും അബുദാബിയിലും വർക്ക് ചെയ്യുന്നവരെ ആളുകൾ വരെ ചിലപ്പോൾ ഷാർജയിൽ പോയിട്ട് റൂം എടുക്കാറുണ്ട്. ഓക്കെ മുസ്ലിം, ഏതായാലും ഒരുപാട് സന്തോഷം നമ്മൾ വിളിച്ചതിലും വന്നതിലും. ഒരു മിനിറ്റ്, 5 അടുത്ത് പോയാൽ കാണാൻ പറ്റും.